ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മസാലക്കറിയുടേതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. വലിയ പൊട്ടറ്റോ ആണ്. പിന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാം ഗ്രീൻ പീസ് ബോയിൽ ചെയ്തതാണ്. ഒരു 8 വെള്ളുള്ളി, ഒരു സവോള, 2 പച്ചമുളക്. നമ്മളിതിൽ മെയിനായിട്ട് പൊട്ടറ്റോ ആണ് ചേർക്കുന്നത്. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1.5 സ്പൂൺ മല്ലിയിട്ട് കൊടുത്തിട്ടുണ്ട്. തീ ലോ ഫ്ലെയിമിലാണ്. അതിലേക്ക് ഒരു 1/2 സ്പൂണ് വലിയ ജീരകം, ഒരു 2 കഷ്ണം പട്ട, 2-3-4 ഗ്രാമ്പു, ഒരു ഏലക്കായ. ഇതെന്നിട്ട് നമുക്ക് ചൂടാക്കി പൊടിക്കാം. നമ്മളിങ്ങനെ ഒരു മസാലപ്പൊടി ഉണ്ടാക്കിയിട്ടാണ് മസാല കറി ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് ഒരു അല്പം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കുക. അതിന് ശേഷം നമ്മളത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് പൊടിച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുക എന്ത് മസാലക്കറി ഉണ്ടാക്കാൻ നല്ലൊരു രുചിയായിരിക്കും. ഇപ്പോൾ പൊട്ടറ്റോയും ക്യാരറ്റും ഈ വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിലൊന്ന് ചൂടാകുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, വെള്ളുള്ളി, പച്ചമുളക് ഇത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ തീ ലോ ടു മീഡിയം ഫ്ലെയിമിലിടുക. ഇനി അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഈ ഘട്ടത്തിൽ നമ്മൾ അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ, ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ ബീൻസോ നമ്മൾക്ക് അതുപോലെ കോളിഫ്ലവർ എങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് രണ്ടും പിന്നെ ഗ്രീൻ പീസും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. അല്പം കൂടി വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 സ്പൂൺ മുളക് പൊടി എരിവിന് ആവശ്യമുള്ള അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചൊരു 6-7 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക. ഞാനിപ്പോൾ ഒരു 7 മിനിറ്റോളം അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. നമ്മൾക്കൊരു ഹാഫ് കുക്കായിട്ടേ ഉണ്ടാവുള്ളൂ. ഞാനത് ബോയിൽ ചെയ്ത ഗ്രീൻ പീസ് ഇപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാല പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് 2 സ്പൂൺ അളവിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ആവും. ഇതേപോലെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മളിതേമാതിരി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏത് ചിക്കനിലോ ബീഫിലൊക്കെ വേണമെങ്കിൽ നമ്മൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അല്പം കൂടി ഇതാ വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മൾക്കത് ഒന്നുകൂടി ഒരു 5-6 മിനിറ്റ് അടച്ച് വെച്ച് ഉപയോഗിക്കുക. അപ്പോൾ ആ മസാലപ്പൊടിയൊക്കെ അതിലേക്ക് ചേർന്ന് പിടിച്ചോളും. ഈ സമയത്ത് ഇതാ നമുക്ക് നോക്കിയാൽ അറിയാം പൊട്ടറ്റോ ഒക്കെ കറക്റ്റായിട്ട് ഇതാ വെന്തിട്ടുണ്ട്. ക്യാരറ്റും ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി 2-3 മിനിറ്റ് കൂടി നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി നമ്മൾ പോരാത്ത ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സവാള വഴറ്റുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മളതിലൊരു 5-8 പൊട്ടറ്റോ പീസ് വെന്തത് അതേപോലെ ഒരു ബൗളിലേക്ക് എടുക്കുക. എന്നതിന് ശേഷം ഇതാ ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ച കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ലൊരു കൊഴുപ്പും കൂടി കിട്ടിക്കോളും. എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്നതാണ്. എന്നാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി നമ്മൾ തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം കറിയെല്ലാം നല്ല കുറി തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരല്പം കൂടി ഇപ്പോൾ വെള്ളം, ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. കണ്ടില്ലേ, കറി നല്ല കുറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് ലൂസ് വേണ്ടവർക്ക് അങ്ങനെയല്ല, ഇതൊരു ലൂസ് ഇല്ലാതെയുള്ള കറിയാണ്. അപ്പോൾ പൂരിക്കായാലും ചപ്പാത്തിക്കായാലും അപ്പത്തിനായാലും പൊറോട്ടയ്ക്കായാലും എല്ലാം നല്ല സൂപ്പറായിരിക്കും. ഈ സമയത്ത് ഇതാ കുറച്ച് കുരുമുളക് പൊടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒരു 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇനി അവസാനമായിട്ട് ഇതാ ഒരു ചെറിയ മുറി നാരങ്ങ നീര് കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ മസാല കുത്തലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എല്ലാ മസാലക്കറിക്ക് ഈ നാരങ്ങ നീര് ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ്. ഇപ്പം ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതാ ഒരു കൈപ്പിടി മല്ലിയില കൂടി ഇതാ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കൊരു ചെറിയ വറവ് കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നാരങ്ങ നീര് എന്തായാലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടാകുന്ന സമയത്ത് ഒരു 1/4 സ്പൂൺ കടുകും, ഒരു 2 തണ്ട് കറിവേപ്പിലയും, ഒരല്പം മുളക് പൊടിയും കൂടി ചേർത്ത് ആ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ സൂപ്പർ മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തിൻ്റെ കൂടെ ഇത് ചേരും? പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും അപ്പത്തിനും നൂൽപുട്ടിനൊക്കെ ഇത് ചേരും. ഇനിയിപ്പോൾ ഞാനിത് വേറെ പാത്രത്തിലേക്ക് ഇതാ പകർത്തി കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിതിൻ്റെ കൂടെ പൂരി തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതാ 2 പൂരി ഉണ്ട്, അതിൻ്റെ കൂടെ നല്ല അടിപൊളി ഈ മസാലക്കറിയും.
അപ്പോൾ ഇതേപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്